വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള മത്സരം കടുപ്പിക്കാൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ ഇറക്കി പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് ബിജെപി. സ്മൃതി ഇറാനിക്ക് അസൗകര്യമെങ്കിൽ ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും മത്സരിക്കും. PS ശ്രീധരൻപിള്ളയോട് മത്സരിക്കാൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. കഴിവതും സ്മൃതിയെ തന്നെ മത്സരിപ്പിക്കുക എന്നതാണ് ബിജെപിയിലെ ഉയർന്ന നേതാവ് നൽകുന്ന സൂചന. അമേഠിയിൽ നിന്ന് പരാജയ ഭീതിയോടെ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുക്കുകയാണ് രാഹുൽ എന്ന സന്ദേശം എത്തിക്കാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരികയാണ് ബിജെപിയുടെ കുടിലതന്ത്രം. വയനാട്ടിൽ മത്സരിക്കാൻ ചുരം കയറി രാഹുൽ എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ വരവിനായി കാത്തിരിപ്പാണ്. ഇപ്പോഴും മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം അമേഠിയിൽ തോറ്റ് തുന്നം പാടുമെന്ന ഭയമാണ് രാഹുൽ വയനാട്ടിൽ ഒരുങ്ങുന്നതെന്നാണ് ബിജെപി ഉയർത്തുന്ന വിമർശനം. അമേഠിയിൽ രാഹുലിന്റെ ശത്രുവായ ബിജെപി നേതാവ് സ്മൃതിയും രാഹുലിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ വയനാട്ടിൽ രാഹുലിനെ പറപ്പിക്കാൻ സാക്ഷാൽ സ്മൃതി ഇറാനി തന്നെ ബിജെപി സ്ഥാനാർത്ഥിയാകി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കോൺഗ്രസ് AI ഗ്രൂപ്പ് തർക്കമാണ് ഒടുവിൽ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആവശ്യമുയരാൻ ആദ്യ കാരണം. രാഹുൽ മത്സരിക്കാൻ തയ്യാറാകണമെന്ന് കേരള ഘടകം നേതാക്കൾ ശക്തമായ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഇടത് ഉരുക്കുകോട്ടകൾ പോലും രാഹുലിന്റെ വരവോടെ ഇളകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. എന്നാൽ കേരളത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിന് പുറമെ കർണാടകത്തിലും രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം അവിടുത്തെ നേതാക്കളും ഉയർത്തുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യം അവിടുത്തെ പ്രവർത്തകർ ഉന്നയിച്ചുവെന്ന കാര്യം കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ വയനാട്ടിൽ നിന്നും മത്സരിക്കണമെന്ന ആവശ്യം ആദ്യം രാഹുൽ തള്ളിയതായും ചില കോൺഗ്രസ് വൃത്തങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസിന്റെ ഒരു മുഖ്യ സീറ്റായ വയനാട് മണ്ഡലത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു രാഹുൽ പിന്മാറിയതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മത്സരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നുമില്ല. നിലവിലെ NDA സ്ഥാനാർത്ഥിയെ മാറ്റി സ്മൃതി ഇറാനിയെ മത്സരിപ്പിച്ചേക്കാൻ BJP തയ്യാറാകും. നിലവിൽ BDJS-നാണ് വയനാട് സീറ്റ്. സ്മൃതിയെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ BJP സംസ്ഥാന നേതാക്കൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് അറിയുന്നത്. പരാജയ ഭീതിയിലാണ് രാഹുലിനെ അമേഠിയിൽ നിന്ന് വയനാട്ടിൽ എത്തിച്ചതെന്ന് സ്ഥാപിച്ചെടുക്കുക കൂടിയാണ് BJP ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സീറ്റ് മാറുന്നത് സംബന്ധിച്ച് BDJS നേതൃത്വവുമായി BJP ധാരണയിലെത്തുകയും ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.